വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ്. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാലും മുട്ടയും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പാലൊന്ന് കുറുക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പിന് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 250 ml വരും. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. പാല് കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അളവിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും ഷുഗർ കാരമൽ തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാരയൊക്കെ മെൽട്ടായ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കാരണം ഓൾറെഡി ഈ പാനിന് ചൂടുണ്ടായിരിക്കും. ഇനി ഇത് പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറുക്കി വെച്ച പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പുഡിംഗ് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പാത്രമൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വയ്ക്കണം. അതിനുശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതാ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ദാ സൂപ്പർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.